Recording in progress. Good evening. മാറ്റിനി ഫ്രിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുഡ് ഫ്രൈഡേക്ക് ശേഷം ഈസ്റ്ററിന് ഇടയിലുള്ള ഒരു സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ അതിനതിൻ്റെതായ ചില മഹത്വങ്ങളുമുണ്ട്. ഇന്ന് ലഹൻ സാർ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വയം വീണ്ടെടുപ്പിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് ഒരു ഏറ്റുപറച്ചിൽ എന്ന നിലയിൽ, ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന നിലയിൽ സംസാരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് മാറുമ്പോൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെയൊക്കെ ഒന്ന് കണ്ടെത്തി അതിനെയൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള ഒരു ആർജവം തീർച്ചയായിട്ടും ഏറ്റവും ഗുണകരമാണ്. അപ്പൊ ഇന്ന് നമ്മള് ലഹനാൻ സാറിലൂടെ അങ്ങനെ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. ഒരു വീണ്ടെടുപ്പ് സ്വയം നമ്മളിലൂടെ നടക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ തിരിച്ചറിയും? തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധയോടെ ലഹനാൻ സാറിനെ കേൾക്കാം. ഞങ്ങൾ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാം പെർമിഷനോടുകൂടി ലഹനാൻ സാറിനെയും. ലഹനാൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. ഇന്നലത്തെ ദിനത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ ഈ ലോകം മുഴുവൻ ഒരേ ചരടിൽ കോർക്കപ്പെട്ട ഒരു ദിനമാണ്. ലോകം മുഴുവൻ, അതിന് ജാതി മത വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇല്ല. മനുഷ്യരാശിയെ ഒരേ ചരടിലേക്ക്, ഒരേ വികാരത്തിലേക്ക് കൊണ്ടുവന്ന, ഞാൻ പറയുന്നു, ഒരു സുദിനമായിരുന്നു അത്. അതിൻ്റെ ബാക്കി പത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് വെളിച്ചം വീശുന്നത്. ക്രിസ്ത്യൻ സമൂഹം ലോകമാസകലം ഇന്ന് ഒരുക്കങ്ങളുടെ ദിനമാണ്. നന്മയിലേക്കുള്ള ഒരുക്കങ്ങൾ, പ്രതീക്ഷയിലേക്കുള്ള ഒരുക്കങ്ങൾ. ആ ഒരുക്കങ്ങളുടെ അവസാന ദിവസം വരാൻ ഇന്ന് ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. കാൽവരിക്കുന്നിൽ നിന്ന് താഴെ കുരിശുമരണത്തിലൂടെ ഈ ലോകത്തേക്ക് വന്ന ദൈവപുത്രന് ഇവിടെ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, സങ്കടങ്ങൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറിയെടുത്ത രംഗങ്ങൾ വരെ നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ നഗ്നനായി ഒരു വീണ്ടെടുപ്പിനായിരുന്നു എന്നുള്ള സത്യമാണ് അദ്ദേഹം നമ്മളോട് പറയാതെ പറഞ്ഞു പോയത്. അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ഇന്ന് വീണ്ടെടുപ്പിന് തയ്യാറായുള്ള ഉയർപ്പിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും പ്രയത്നവുമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തി, ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ പിറന്നു വളർന്നു, ലോക ജീവിതം എന്തെന്ന് അനുഭവിച്ചു, മരിച്ച് ആ യേശുദേവനിൽ അല്പനേരം നമുക്ക് മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിക്കാം. ആ വ്യക്തിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഹൃദയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഈ ലോകത്തെ നാം എവിടെ നിൽക്കുന്നു എന്ന ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് ആ സഞ്ചാരം. നാം എവിടെയാണ് നിൽക്കുന്നത്? യേശുദേവൻ നമുക്ക് ഒത്തിരി മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നു, പ്രവർത്തിച്ച് കാണിച്ചു തന്നു. അവസാനം സ്വയം ത്യജിച്ച് അത് നമ്മുടെ മുമ്പിൽ അർത്ഥവത്താക്കിയാണ് അദ്ദേഹം മറഞ്ഞത്. എങ്കിലും തിരിച്ചു വന്നു പറയുന്നു, മരണത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ അന്തം ഒരു മരണത്തിലാണെങ്കിൽ ദൈവപുത്രന്റെ മരണം ഒരു ഉത്ഥാനത്തിലാണ്. ആ ഉത്ഥാനമാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളും മരിക്കുന്നുവെങ്കിലും ആ മരണത്തിൽ നിന്ന് വ്യത്യാസമായി ഒരു ഉത്ഥാനവും കൂടി പ്രതീക്ഷിക്കുന്നു. ആ ഉത്ഥാനത്തിനായുള്ള തരപ്പെടലുകൾ എങ്ങനെയാണ്? അതിന് തന്നെയാണ് അദ്ദേഹം ഈ കുരിശിലേറി ആ ബലിദിനം നാം കണ്ടത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാനൊക്കും?
അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് വരാനുള്ള തത്രപ്പാടിൽ പീഡകൾ അനുഭവിച്ച വ്യക്തിയാണ്. യേശുവിൻ്റെ അമ്മയും അച്ഛനും ഉദരത്തിൽ കിടന്ന യേശുവും. അവന് പിറന്നു വീഴാൻ ഇവിടെ കിട്ടിയത് ഒരു കാലിത്തൊഴുത്താണ്. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് വളർന്നു ഈ ലോകത്തിൻ്റെതായ മാറ്റത്തിൽ മനുഷ്യരുടെ ഇരുളടഞ്ഞ ജീവിതശൈലി ഒന്ന് മാറ്റിപ്പിടിക്കുന്നതിന് വേണ്ടി ജീവിതം അവസാനിപ്പിച്ച യേശുദേവൻ അനീതിയുടെ കാവൽ ഭടന്മാരായി ഭരണാധികാരികൾ അവരുടെ തിന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ആ തിന്മ നിറഞ്ഞ ജീവിതത്തെ മറച്ചു വയ്ക്കാൻ ഒരു നീതിമാനെ കുരിശിലേറ്റേണ്ടി വന്നു എന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി ആ കുരിശിൽ കിടന്നുകൊണ്ട് വേദനയോട് അദ്ദേഹം നിലവിളിച്ചു. തൻ്റെ പിതാവിനോടാണ് നിലവിളിക്കുക. തൻ്റെ ദൈവത്തോട്, തൻ്റെ പിതാവിനോട് അദ്ദേഹം നിലവിളിക്കുന്നത് ഇങ്ങനെ ഒരു രംഗമുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരയണമേ, എങ്കിലും എൻ്റെ അല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ വാക്കുകൾ ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലൂടെ കടത്തി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിവിടുക, എടുക്കുക. എന്നാലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഞാൻ ആ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് വീണ്ടും ഒന്ന് ഇറങ്ങുകയാണ്. നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തോട് ദേഷ്യപ്പെടുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ഈ ദൈവത്തെ നിഷേധിച്ച് സംസാരിക്കുന്നു, വെറുക്കുകയും ചെയ്യുന്നു, അവിശ്വസിക്കുന്നു. ഇവിടെ ഈ ദൈവം നിറവേറ്റപ്പെടുന്നു. ഈ ദൈവം നമ്മളിൽ ആശ്വാസം നൽകുമെന്ന വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. അദ്ദേഹം തൻ്റെ ജീവിത വേളയിൽ, യേശുദേവൻ തൻ്റെ ജീവിത വേളയിൽ നമ്മുടെ മുൻപിൽ കാണിച്ചു തന്ന ഒരു തത്വമുണ്ട്. ഞാൻ ഈ ലോകത്ത് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ആ വാക്കുകൾ ഒന്നുകൂടെയാണ് ഞാൻ പറയുന്നത്. യേശുദേവൻ പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണ്. ആ വാചകത്തിൽ തങ്ങി നിൽക്കുന്ന ഒരർത്ഥമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാണിച്ചു തന്നു. അദ്ദേഹം ശുശ്രൂഷിക്കപ്പെടാനല്ല ആഗ്രഹിച്ചത്, പലരെയും ശുശ്രൂഷിക്കാനാണ് സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്തത്. ഇവിടെ പലപ്പോഴും ശുശ്രൂഷിക്കപ്പെടാൻ പറ്റാതെ അവിടെ നമ്മളെ തന്നെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ശുശ്രൂഷ ലഭിക്കാതെ വരുമ്പം അവരെ ഒറ്റിക്കൊടുത്താണെങ്കിലും ജീവിക്കാൻ തയ്യാറാവുകയാണ്. ഈ ചിന്തയിലേക്ക് നമുക്ക് വെറുതെ ഒന്ന് കടന്നു വരാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എത്ര തവണ ഞാൻ മറ്റുള്ളവരെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു? എൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എത്ര തവണ ഞാൻ മറ്റുള്ളവരെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു? ഇവിടെ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് കാരണം യേശുദേവൻ പറയുന്നു, നമ്മുടെ അസ്വസ്ഥതകൾക്ക് കാരണം നാം ശുശ്രൂഷിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്, ശുശ്രൂഷിക്കപ്പെടാനല്ല. എന്നാൽ പലപ്പോഴും നാം ശുശ്രൂഷിക്കപ്പെടുന്നുണ്ട്, എന്നിട്ടും നാം അസ്വസ്ഥരാണ്. കാരണം നാം പ്രതീക്ഷിച്ച പോലെ ശുശ്രൂഷിക്കപ്പെടാൻ
ശുശ്രൂഷിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മറ്റൊന്നുകൂടി പറയുന്നു, നിങ്ങൾ എന്നിലേക്ക് അടുത്തു വരണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം കുരിശുമായി എൻ്റെ പുറകെ സഞ്ചരിക്കുക. ഞാൻ സഞ്ചരിച്ചത് നീതിയിലേക്കാണ്, സത്യത്തിൻ്റെ വെളിപാടുകളിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് സത്യം ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുരിശ് ചുമക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാവണം. നിങ്ങളുടെ കുരിശുകൾ നിങ്ങൾ ചുമക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുരിശുകൾ നിങ്ങൾ ചുമക്കുക? ആലോചിക്കേണ്ട അവസ്ഥ തന്നെയാണ്. എൻ്റെ കുരിശുകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ചുമക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവനെ എങ്ങനെയാണ് സഹായിക്കുക? മറ്റുള്ളവൻ്റെ കുരിശ് എങ്ങനെയാണ് എടുത്ത് മുന്നോട്ട് പോവുക? നോക്കൂ, യേശുദേവൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ചുകൊണ്ട് ഒരു കാൽ കഴുകൽ ശുശ്രൂഷ ചെയ്യുന്നു. ഏറ്റവും ലീസ്റ്റ്. അങ്ങനെ ആ 12 ശിഷ്യന്മാര് വരിവരിയായി 2 വരിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹം വെള്ളമെടുത്ത് സൂപ്പുമെടുത്ത് ആ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തയ്യാറാകുമ്പോൾ, ആ പാദങ്ങളിൽ ചുംബിക്കാൻ തയ്യാറാകുമ്പോൾ പത്രോസ് എന്ന ശിഷ്യൻ പറയുന്നു, അരുത് ഗുരു, എൻ്റെ കാലുകൾ കഴുകരുത്, എൻ്റെ കാലുകൾ കഴുകരുത്. യേശുദേവൻ ഒരല്പനേരം പത്രോസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കാലുകൾ ഞാൻ കഴുകുന്നില്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നല്ല പറഞ്ഞു. നാം നമ്മളോട് ചോദിക്കുമ്പോൾ നാം എത്രയോ തവണ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട അല്ല അദ്ദേഹം പറഞ്ഞത്, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. പത്രോസ് ഉറക്കെ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഗുരു എന്നെ ആസകലം കഴുകിക്കോളൂ, എന്നെ ആസകലം കഴുകിക്കോളൂ. പത്രോസിന്റെ വാക്കുകൾ കേട്ടിട്ട് ക്രിസ്തു പറയുന്ന മറ്റു ചില വാക്കുകൾ, കുളിച്ചു കഴിയുന്നവന്റെ കാലുകൾ മാത്രമേ അശുദ്ധമാവൂ. അതുകൊണ്ട് കാൽപാദങ്ങൾ, കാലുകൾ മാത്രം കഴുകിയാൽ മതി. നിങ്ങൾ എല്ലാവരും ശുദ്ധരാണ് ആ കഴുകലോടുകൂടി. പക്ഷെ യേശു പറഞ്ഞു, എല്ലാവരുമല്ല, അതിൽ ഒരാൾ ശുദ്ധരല്ല. യേശുവിൻ്റെ മനസ്സിൽ യേശു കണ്ടത്, എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദാസ് ഈ 12 പേരിലുണ്ട്. നിങ്ങളിൽ ഒരാൾ ശുദ്ധനല്ല. അശുദ്ധിയുടെ ഭാരം പേറി ഇവിടെ ഇരിപ്പുണ്ട് ഒരാൾ, എന്നെ ഒറ്റുകൊടുക്കാൻ ഇരിക്കുന്നു. എന്നോടൊപ്പം സഞ്ചരിച്ച, ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി, എൻ്റെ ശിഷ്യൻ, എന്നെ ഒറ്റുകൊടുക്കാൻ തയ്യാറായി ഇവിടെ നിൽക്കുന്നു. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും ചോദിക്കാനുള്ളത്. നോക്കൂ, ഈ ഒരു കുളി കൊണ്ട്, പൂർണ്ണമായ നമ്മുടെ ഒരു കുളി കൊണ്ട് നമ്മുടെ അശുദ്ധികൾ നീങ്ങുമോ? നമ്മളിൽ നിന്ന് നാം കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന അശുദ്ധി നമ്മളിൽ നിന്ന് പോകുമോ? ആ അശുദ്ധിയും പേറി നടക്കുന്ന എത്ര പേർ നമുക്കിടയിൽ? ചിന്തിച്ചു നോക്കുക, സ്വയം ചിന്തിക്കുക. അശുദ്ധി പേറി നടക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിൽ ഉണ്ട്? ആ അഴുക്കുകൾ പേറി, അതിൻ്റെ ഭാരവും പേറി ദുഃഖഭാരത്തോടെ നടന്നു പോകുന്ന എത്ര പേർ നമ്മുടെ കൂടെ ഉണ്ട്? അത് നാം നമ്മോട് തന്നെ ചോദിക്കുക.
അവിടെ ഹൃദയത്തിനും മനസ്സിനും ദുഃഖമുണ്ടാക്കാൻ കാരണം ആസക്തികളുടെ അഴുക്കാണ്. ആസക്തികളുടെ അഴുക്കാണ് നമ്മളെ ഈ ഭാരത്തിലേക്ക് മാറ്റിയത്. ചിത്തവികാരങ്ങൾ, ചിന്തകൾ, അവയിലുള്ള ചളി ഒരു കുളി കൊണ്ട് മാറുകയില്ല. ശക്തമായ ഭാരം പേറി നടക്കുന്നവർ മനസ്സിലാക്കുക, അവരുടെ മാനസിക സംഘർഷത്തിലാണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്, അവർ അനുഭവിക്കുകയാണ്. ആ അനുഭവം ഡിപ്രഷനിലേക്ക് മാറുകയാണ്, കൊടും നിരാശയിലേക്ക് നീങ്ങുകയാണ്. അവിടെ മരണത്തിലേക്കുള്ളൊരു എടുത്തുചാട്ടത്തിന്റെ തയ്യാറെടുപ്പും നമ്മളിൽ ഉണ്ടാവുന്നു. ആ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നീതിമാനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യേശുദേവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഭരണാധികാരികളുടെ തെറ്റ് മനസ്സിലാക്കി ഭരണാധികാരികളോട് അവരുടെ കയ്യിൽ അവർ കൊടുത്ത 30 വെള്ളിക്കാശ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഒരു നീതിമാന്റെ രക്തമാണ് ഒറ്റിത്തന്നത്, അവനെ വെറുതെ വിടുക. യേശുവിനെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്തവർ ആ തിരിച്ചു കിട്ടിയ 30 വെള്ളിക്കാശ് അദ്ദേഹം വലിച്ചെറിഞ്ഞു. ആ പറമ്പ്, അവിടെ ഒരു പറമ്പിലേക്കാണ് വലിച്ചെറിഞ്ഞത്. അവരത് വിലക്കെടുത്ത് ശ്മശാനമാക്കി മാറ്റുന്നൊരവസ്ഥ. കുശവന്റെ പറമ്പെന്നാണ് അതിനറിയപ്പെടുന്നത്. രക്തത്തിന്റെ വില കൊടുത്തു വാങ്ങിയ പറമ്പെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നോക്കൂ, വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്, എത്രയോ പേരുടെ രക്തത്തിന്റെ വിലയായ വെള്ളിക്കാശുകൾ നാം ഉപയോഗിക്കുന്നു. നാം അത് കൊടുത്തും പലതും വാങ്ങിക്കൂട്ടുന്നു, എൻ്റെ സ്വന്തമാക്കും. രക്തത്തിന്റെ വിലയാണ് അത് എന്ന് നാം മറന്നുപോകും. ഒരു നീതിമാനെ ഒറ്റിക്കൊടുത്തപ്പോൾ കിട്ടിയ 30 വെള്ളിക്കാശുകൾ തെറ്റിന്റെ പാപത്തിന്റെ ഫലമെന്നറിഞ്ഞ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്, വലിച്ചെറിഞ്ഞ് പോയി തൂങ്ങിച്ചാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിരാശയുടെ കൊടുമുടിയിലേക്ക് നമ്മളെ നീക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നാം തന്നെയാണ്, നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്, നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അധമവികാരങ്ങളും അധസ്ഥിതി ചിന്തകളും നമ്മളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാം കുറുക്കുവഴികൾ ആലോചിക്കുക. കാരണം നമുക്ക് സുഖാന്വേഷണമാണ് പ്രധാനം. നമ്മുടെ ദുരാശകളാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ദുരാശകൾ, നമ്മുടെ കണ്ണുകൾ, അവയുടെ ദുരാശ, ചീത്ത കാണാനുള്ള ആസക്തി, അരുതാത്തത്, വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകളുടെ ദുരാശയാണ് അത്. അത്തരം കാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെവിയുടെ ദുരാശയാണ് അത്. അനുഭവിക്കാൻ തിടുക്കം കൂട്ടുന്നത്, കഠിനമായി പ്രവർത്തിക്കുന്ന ഫലമോ നിരാശയിലാണ് എത്തുന്നത്. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലാണ് നാം എങ്കിൽ നാം നാശത്തിലേക്കുള്ള വഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നാവ്, തൊലി, ഇവയെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെ കൂടെ ഉള്ളത് പഞ്ചേന്ദ്രിയങ്ങളാണ്. അവയ്ക്ക് വേണ്ടി നാം പുറകെ പോകുന്നുവെങ്കിൽ നാം അവയെ മൊത്തമായി നമ്മളെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. താൽക്കാലിക സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നാം ഈ പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ സുഖാനുഭവങ്ങൾക്ക് അവസാനം ദുഃഖവും പീഡയും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. അശുദ്ധികൾ മഹാമാരികളായി രൂപാന്തരപ്പെട്ട് നാം അതിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അശുദ്ധിയുടെ ദേശീയ സമ്മേളനം
നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ ഞാഞ്ഞടിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഉറക്കമാണ്, നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ നാം ബോധപൂർവം നമ്മളിൽ ഉണ്ടാക്കുന്ന മുറിവുകളാണ് ഇവയൊക്കെ. നാം ബോധപൂർവം നമ്മളിൽ ഉണ്ടാക്കുന്ന മുറിവുകളാണ്. ചില വേദനകളെ നാം കൊണ്ടു നടക്കുകയാണ്. ചില വേദനകളെ നാം അറിഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ചുരുക്കത്തില് ശാരീരികമായും മാനസികമായും നാം രോഗിയായി മാറുന്നു. കുടുംബം, സമൂഹം നമ്മെ വെറുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നാം ശാരീരികമായി ചുരുങ്ങുന്നു, മാനസികമായി താളം വിടുന്നു, നമ്മളെ നമ്മുടെ പ്രവൃത്തികൾ മൂലം ഒറ്റപ്പെടുത്തുന്നു. അത് നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നു. നാം നമ്മെ തന്നെ ഇല്ലാതാക്കി തീർക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നാം മാറേണ്ടിയിരിക്കുന്നു. ഓരോ ദുഃഖവെള്ളിയും കഴിഞ്ഞു വരുന്ന ഈസ്റ്ററിൽ, ഉയർത്തെഴുന്നേൽപ്പിൽ അത് മാറ്റത്തിന്റെ കഥയാണ്. നാം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറാവുക. അത് ഒരു ഏറ്റുപറച്ചിലൂടെ ഉള്ള, ഒരു തുറന്ന മനസ്സോടുകൂടിയ, തുറന്ന ഏറ്റുപറച്ചിലിനോടുകൂടി നമുക്ക് ഉയർപ്പിലേക്ക് കയറി വരാം. നമ്മൾ നമ്മളെ തന്നെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നോക്കൂ, നമ്മുടെ ബോധമനസ്സിനും നമ്മുടെ ഉപബോധ മനസ്സിനും അടിയിൽ മറ്റൊരു മനസ്സുണ്ട്. അതാണ് അബോധ മനസ്സ്. നമ്മളിൽ ഉണ്ടായ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ട വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുരന്തങ്ങൾ, ഇവയെല്ലാം ചവിട്ടി നാം അമർത്തി ഈ അബോധ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ അബോധ മനസ്സ് പലപ്പോഴും ഒരു പൊട്ടിത്തെറിക്ക് തയ്യാറുള്ള ജീവനുള്ള അഗ്നിപർവ്വതമാണോ എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ദുരനുഭവങ്ങളെ, നാം ഉണ്ടാക്കിയെടുത്ത വേദനകളെ, നാം കൊണ്ടുനടന്ന ദുഃഖങ്ങളെ ചവിട്ടി, മുൻകാലത്തുണ്ടായ എല്ലാം ചവിട്ടി അമർത്തി പിടിച്ചു വെച്ചിരിക്കുന്ന നാം പൊട്ടിത്തെറിക്കുന്ന ഒരു ജീവനുള്ള അഗ്നിപർവ്വതമായി മാറുന്നു. അതാണ് കുളിച്ചാലും നനച്ചാലും പോവാത്ത അശുദ്ധി. ആ അശുദ്ധി ഒരു ഏറ്റുപറച്ചിലിലൂടെ, ഒരു തുറന്നു പറച്ചിലിലൂടെ ഭംഗിയായി നമുക്കതിനെ ശുദ്ധമാക്കാം. ആത്മാർത്ഥതയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് ഈശ്വരൻ പറയുക, ഇവർ എല്ലാവരും ശുദ്ധരായിരിക്കുന്നു, ഒരാളെ മാറ്റി നിർത്തുന്നില്ല. മാറ്റി നിർത്തുമ്പോൾ അത് ഞാനായിരിക്കുമോ? മാറ്റി നിർത്താതായിരിക്കുമ്പോൾ നാം എല്ലാവരും ഈശ്വരന് മുൻപിൽ തുല്യരാകും, ഉള്ളവരാണ്. വഴക്കും പിണക്കവും അസൂയയും, വഴക്ക്, പിണക്കം, അസൂയ എല്ലാം മറന്ന് ശുദ്ധരായ മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. നമുക്കിവിടെ മനുഷ്യരായി മാറാം. മനുഷ്യത്വത്തിന്റെ വില എത്രയെന്ന് കണക്ക് കൂട്ടി ആ വിലക്കനുസരിച്ച് നമുക്ക് മുന്നേറാം. കളങ്കമില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനുള്ള ശ്രമമാണ് ഇന്ന് മുതൽ ഞാൻ എന്നോട് ചെയ്യേണ്ടത്. ഏറ്റുപറച്ചിൽ എന്നോട് തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ സ്വയമാണ് പറയേണ്ടത്. ഞാൻ എന്നെ സ്വയമായി സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിവുള്ളവനായി മാറുമ്പോൾ ആ ഏറ്റുപറച്ചിൽ രസകരമായി നടക്കും. എങ്ങനെയാണത് ചെയ്യുക? അവിടെയാണ് യേശുനാഥൻ കുരിശിൽ രക്തം വാർന്ന് കുരിശുമരണത്തിനും ജീവിതത്തിനും ഇടയിൽ സമയമായിരിക്കുമ്പോൾ യേശു പറഞ്ഞു,
യേശുവിന്റെ ഇടതും വലതും ഓരോ കള്ളന്മാർ അവർക്ക് കുരിശുമരണം വിധിച്ചു. അവർ പരസ്പരം സംസാരിക്കുകയാണ്. ആദ്യത്തെ കള്ളൻ പറഞ്ഞു, യേശുവിനെ നോക്കിയാണ് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കുരിശിൽ നിന്ന് ഇറങ്ങുകയും ഞങ്ങളെയും രക്ഷിക്കുക. അഹങ്കാരത്തോടു കൂടി ഉള്ളൊരു സംസാര രീതിയായിരുന്നു. രണ്ടാമത്തെ കള്ളൻ അവനോട് പറഞ്ഞത്, നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? നമുക്ക് ഈ കുരിശുമരണം അർഹതയുള്ളതാണ്. നാം തെറ്റുകൾ ചെയ്തിട്ടാണ്. തെറ്റ് ചെയ്യാത്ത ഈ മനുഷ്യൻ ആ മനുഷ്യന് അതേ ശിക്ഷയാണ്, മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 3 പേർക്കും തുല്യമായ മരണശിക്ഷ. 2 പേരും കുറ്റം ചെയ്തവരാണ്. മൂന്നാമത്തെ ആൾ കുറ്റം ചെയ്യാത്തവരാണ്. രണ്ടാമത്തെ കള്ളൻ പറഞ്ഞത്, നീ പറുദീസയിലായിരിക്കുമ്പോ എന്നെയും ഓർക്കണമേ. നീ പറുദീസയിലായിരിക്കുമ്പോ നിന്റെ പ്രവർത്തികൾ കൊണ്ട് നീ സ്വർഗരാജ്യത്തിലേക്ക് കയറുമ്പോ എന്നെയും ഓർക്കണമേ എന്ന ഒരു ഹംബ്ലസ്റ്റ് റിക്വസ്റ്റ് ആണ് നാം പലപ്പോഴും ചെയ്യാതെ പോകുന്നതും അത് തന്നെയാണ്. ഒരു ഹംബ്ലസ്റ്റ് റിക്വസ്റ്റ്. അതിൽ ഒരു സിമ്പിൾ വാക്കിൽ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയും എങ്കിലും നാം അത് ചെയ്യാറില്ല. ആദ്യത്തെ കള്ളനെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം സ്വയം ചിന്തിക്കുക, നാം എവിടെയാണ് നിൽക്കേണ്ടത്? യാചനാരൂപത്തിൽ അദ്ദേഹത്തെ പോലെ മുന്നേറാൻ ദൈവത്തോട് നമ്മുടെ വാക്കുകൾ ആവശ്യപ്പെടും. വീണ്ടും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഏറ്റുപറച്ചിലിന് ദൈവം തരുന്ന ഫലമാണ് പറുദീസ. നമുക്ക് പ്രതീക്ഷിക്കുന്നത് സ്വർഗത്തിലെത്താൻ, നന്മ ചെയ്ത് സ്വർഗത്തിലെത്തും. അവിടെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന ചിന്ത എല്ലാവരിലുമുണ്ട്. ആ ഒരു ഏറ്റുപറച്ചിലൂടെ നമുക്കത് നേടാൻ കഴിയും എന്നതാണ്. ഒരു സന്തോഷം, സമാധാനം, പ്രത്യാശ, ഇവ മൂന്നുമാണ് ഏറ്റുപറച്ചിൽ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് നമ്മുടെ പറുദീസ. പോരെ നമുക്ക് ഒരു ഏറ്റുപറച്ചിലിൽ ഒരു പറുദീസ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു? അത് നമുക്ക് ധാരാളമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കും. മലമുകളിലെ ഉള്ളവർക്ക് താഴെയുള്ളവരെ കാണാം, എളുപ്പമാണ്. എന്നാൽ താഴെയുള്ളവർക്ക് മുകളിലുള്ളവരെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിധി എഴുത്തിന്റെ സാമാന്യ ലോകത്ത് ഇത് ഒരു പരമാർത്ഥമാണ്. കാരണം വൈജ്ഞാനികമായ അറിവിൽ താഴെ നിൽക്കുന്നവർ, നിലവാരത്തിൽ താഴെ നിൽക്കുന്നവര് പലപ്പോഴും വിധിക്കുന്നത് മുകൾ തട്ടിൽ നിൽക്കുന്നവരെയാണ്. എത്ര ശ്രമിച്ചിട്ടും തങ്ങളുടെ നിലവാരത്തിൽ, ചിന്തയിൽ, ഒരുക്കത്തിൽ തളയ്ക്കാൻ കഴിയാത്തവരെയാണ് നിങ്ങൾ അവിശ്വാസികളെന്നോ നിഷേധികളെന്നോ ഭ്രാന്തന്മാരെന്നോ വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചരിത്രത്തിൽ സോക്രട്ടീസിനെ പോലെയുള്ള ചിന്തകന്മാർക്ക് ഈ ലോകം നൽകിയത് എന്ത് എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ്. അവരുടെ ചിന്തകളിലേക്ക് നമുക്കെത്താൻ കഴിയുന്നില്ലെങ്കിൽ, തീർച്ചയായും അവരെ തകർക്കാൻ എന്താണ് മാർഗം എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കും. രാഷ്ട്രീയ തലത്തിൽ അത് തന്നെയാണ്. നാം നമ്മുടെ മുൻ വാർത്തകളും ഇതിന് തുല്യമാണ്. ഒരാളെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നെങ്കിൽ അവനെ തകർക്കാൻ എന്താണ് മാർഗം എന്നാണ് ചിന്തിക്കുന്നത്. യേശു പറഞ്ഞു,
നിങ്ങൾ ആരെയും വിധിക്കരുത്. ഈ വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ ആരെയും വിധിക്കരുത്. നമ്മള് നമ്മുടെ മനസ്സിൽ ഒളിച്ചു കിടക്കുന്ന നമുക്ക് കിട്ടാത്തതിനെ പറ്റിയുള്ള അസൂയ കൊണ്ട് മുൻവിധിയോടെ നാം മറ്റുള്ളവരെ വിധിക്കുന്നു. യേശു പറഞ്ഞത് അവിടെ അതാണ്. നിങ്ങൾ ആരെയും വിധിക്കരുത്, അരുത്, വിധിക്കരുത്. അപ്പൊ യേശുവിനെ അന്നത്തെ ഭരണാധികാരികൾ ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മുൻവിധിയോടെ യേശുവിനെ കുരിശിൽ വെച്ചത്. അനീതി കാണിച്ചവരോട് യേശു പറഞ്ഞത്, ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നോ ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ആ ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരട്ടെ. ക്ഷമ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ക്ഷമ നാം പരീക്ഷിക്കുമ്പോഴൊക്കെ തന്നെ പർദീസായിലേക്കുള്ള വഴികളാണ് നാം വെട്ടുന്നത്. ആ ക്ഷമിക്കാൻ യേശു തൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണം. കുരിശിൽ ചോര വിയർത്ത് കിടക്കുമ്പോൾ അദ്ദേഹം പിതാവിനോട് പ്രാർത്ഥിച്ചതാണ്, ഇവരോട് ക്ഷമിക്കണം. വിധിക്കരുത് എന്ന് പറഞ്ഞതിന് മറ്റൊരു ഉദാഹരണവും കൂടി പറഞ്ഞാൽ, യേശുദേവന്റെ അടുത്ത് ഒരു ദുർനടപ്പുകാരിയായ സ്ത്രീയെ കൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ, അവരുടെ എല്ലാം കയ്യിൽ കല്ലുകളാണ്, കല്ലെറിഞ്ഞു കൊല്ലാനാണ് അവരെ കൊണ്ടുവന്നത്. യേശുദേവൻ ഒരു വാക്കാണ് പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. കൊണ്ടുവന്ന കല്ലുകളെല്ലാം എല്ലാവരുടെ കയ്യിൽ നിന്നും താഴെ വീണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ആ സ്ത്രീ കണ്ണീരോടുകൂടി യേശുവിന്റെ മുൻപിൽ വന്നു. യേശു പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. മറ്റൊന്നും പറഞ്ഞില്ല, ഒരു ശിക്ഷയും വിധിച്ചില്ല. നീ മേലിൽ പാപം ചെയ്യരുത് എന്നാണ്. ഇനി നമുക്ക് വേണ്ടത്, ആദ്യം പറഞ്ഞു, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. മൂന്നാം നാളിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടുതൽ ശോഭയോടെയാണ് യേശുവിന്റെ തിരിച്ചുവരവ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഏറ്റുപറച്ചിലിന് ശേഷം നാം തിരിച്ചു വരുന്നതും തീർച്ചയായും കൂടുതൽ ശോഭയോടെയായി. നമ്മൾ ഒരു കളങ്കത്തിൽ നിന്ന് മോചിതനായി നാം തിരിച്ചു വരുമ്പോൾ ഈ ലോകത്തേക്ക് നാം കാണിച്ചു കൊടുക്കുന്നത് ശോഭയുള്ള നമ്മളെയാണ്. ശോഭയുള്ള നമ്മളെ ഈ ലോകത്തിന് വീണ്ടും കാണിച്ചു കൊടുക്കണമെങ്കിൽ നാം നമ്മുടെ തെറ്റുകളിൽ ഏറ്റുപറയാൻ തയ്യാറാവണം. ഒളിച്ചു വെക്കാനല്ല, ഏറ്റുപറയണം. അതിന്റെ ഫലം എന്ത് തന്നെയായാലും. അപ്പൊ നമ്മുടെ ചിന്തയില്, നമ്മുടെ പ്രവർത്തനത്തില് മാറ്റം വരുത്തുക. ആ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തുക. ഏറ്റുപറച്ചിൽ നടത്തുക. ഒരു പുതിയ മനുഷ്യനായി നാം എഴുന്നേൽക്കുക. സ്വാർത്ഥത ഒന്ന് കൈവെടിഞ്ഞോളൂ. സ്വാർത്ഥത ഒന്ന് കൈവെടിയുക. ഒരു ഏറ്റുപറച്ചിൽ നടത്തുക. അവരനോട് ക്ഷമിക്കുക. അവസാനം യേശു പറഞ്ഞ ഒരു വാക്ക് ജോവും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആരാണ് നിന്റെ അയൽക്കാരൻ? ആ അയൽക്കാരൻ തൊട്ടടുത്ത വീട്ടുകാരനാവണമെന്നില്ല. എവിടെയാണോ സ്നേഹം കൊടുക്കാൻ അർഹതയില്ല, എവിടെയാണോ എൻ്റെ സ്നേഹം ആവശ്യമുള്ളത്, എൻ്റെ സഹായം ആവശ്യമുള്ളത്, അവിടെ
നിങ്ങൾ കൊടുക്കുക. ആ സ്നേഹം, ആ സഹായം, ആ ക്ഷമ, ഈ സഹായവും ക്ഷമയും നമ്മളെ മാറ്റിയിരിക്കും ഉയർപ്പിലേക്കോ, നമ്മുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കോ സഹായകരമായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉയർപ്പ് നാളിലേക്കുള്ള ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരോടും സന്തോഷപൂർവ്വം സർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ ഹൃദ്യമായ ഒരു വിരുന്ന് എന്ന് വേണേൽ പറയാം. ഒരു മനുഷ്യൻ എങ്ങനെ സ്വയം മാറാൻ പറ്റും എന്ന് വളരെ കൃത്യമായി ഈ ദിവസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ പ്രത്യേകതയിലൂടെ കൃത്യമായി വിവരിച്ച് നൽകിയതിന് സന്തോഷം. താങ്ക് യു സർ. എങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും, ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സാധ്യമാണ്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ ആഴത്തിൽ ചിന്തിക്കാനുള്ള വലിയൊരു ധ്യാനത്തിന്റെ, ഒരു മെഡിറ്റേഷന്റെ പാർട്ടാണ് ലഹനാൻ സാറിലൂടെ നമുക്ക് തുറന്നു കിട്ടിയത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, രാജു ഫിലിപ്പ് സാർ കേൾക്കുന്നോ? ജോഷ് സാർ റെഡിയാണ്? ഓക്കെ. അതായത്, പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം നടക്കട്ടെ. അതാ ഗെത്സമനെ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചതിന് ശേഷം വലുതായിട്ടുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ ഹിതം നടപ്പാക്കാനായിട്ട് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തതായ യേശുക്രിസ്തുവിനെയാണ് കാണുന്നത്. ഞാൻ ഈ രൂപത്തിലെ അനേകം കർത്താവ് പറഞ്ഞതായിട്ടുള്ള യേശുക്രിസ്തു പറഞ്ഞ അനേകം കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. വളരെയധികം ആത്മാർത്ഥതയോടുകൂടി, എന്താ പറയുന്നത്, വളരെയധികം സമർപ്പണത്തോടു കൂടിയുള്ളതായ ഒരു വാക്കുകളായിരുന്നു സാറിൽ നിന്നും ഞാൻ കേൾക്കാൻ സാധിച്ചത്. സാറ് പറയാത്ത കുറച്ച് സമയമില്ലായിരുന്നു. സാറ് പറയാതെ പോയ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാൻ ആഗ്രഹിച്ചു. പറഞ്ഞാണെന്നറിയില്ല. ഈ ചെറിയവരിലൊരു ചെയ്തു നോക്കിയും എനിക്ക് ചെയ്തു എന്ന് കർത്താവ് പറഞ്ഞത് സാറിവിടെ പറഞ്ഞു എന്നറിയില്ല. അതായത്, നമ്മുടെ അന്തിമ വിധിയിലെ, അവസാനത്തെ വിധിയിലെ കർത്താവ് രണ്ട് ഗണമായിട്ട് ആൾക്കാരെ നിർത്തും. വലത്ത് ഭാഗത്തുള്ള ആൾക്കാരോട് പറയും, ഞാൻ ദാഹിച്ചിരുന്നു, നീ എനിക്ക് കൊടുക്കാൻ തന്നു. ഞാൻ വിശന്നിരുന്നു, ഭക്ഷിപ്പാൻ തന്നു. ഞാൻ തടവിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ നീ എന്നെ സ്വീകരിച്ചു. ഈ അപ്പോൾ അവർ ചോദിക്കുന്നത്, എപ്പോഴാണ് ഞാൻ നിന്നെ തടവിൽ ആയി കണ്ടത്? എപ്പോഴാണ് നീ എന്നെ രോഗിയായി കണ്ടത്? എപ്പോഴാണ് നീ വിദേശിയായി കടന്നു വന്നത് എന്നൊക്കെയും ചോദിക്കുമ്പോൾ പറയും, ഈ ചെറിയവരിൽ ഒരുവന് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു നോക്കിയും എനിക്ക് ചെയ്തു വന്നു. അതേസമയം മറ്റുള്ളവരോട് പറയും, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ദാഹിച്ചിരുന്നു, ദഹിക്കുന്നവനായിരുന്നു, വെള്ളം തന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരും ചോദിക്കുന്നു, നിന്നെ ഒരിക്കലും ഞാൻ വിശക്കുന്നവനായിട്ടോ ദഹിക്കുന്നവനായിട്ടോ തടവിലായിട്ടോ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ സഹായിക്കും? അപ്പോൾ അവരോടും പറയുന്നത്, ഈ ചെറിയവിൽ എനിക്ക് ചെയ്തതാണ്. അത് വലിയൊരു അവസാനത്തെ വിധിയായിട്ടാണ് അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രമേ യേശുക്രിസ്തു നമ്മളോട് ചോദിക്കാൻ പോകുന്നുള്ളൂ. അതായത്, ഈ ഒരു കാര്യം മാത്രമേ ചോദിക്കൂ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം പള്ളിയിൽ പോയി, അല്ലെങ്കിൽ എത്ര മറ്റുള്ള കാര്യങ്ങൾ, മതപരമായ ചടങ്ങുകൾ ചെയ്തു എന്നല്ല. പിന്നെയോ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നിന്റെ അയൽക്കാരനെ പോലെ സ്നേഹിക്കുക എന്ന അതേ അർത്ഥത്തിലാണ് ഈ ഇതും പറഞ്ഞത്. അവസാനത്തെ വിധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. അതുപോലെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എന്റെ ഇഷ്ടം ചെയ്യുന്നവരൊക്കെയാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ
മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നു. അപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കാത്തവന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അത് യോഹന്നാൻ സ്ലീഹ പറയുന്നതാണ്. അത് വേറൊരു ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് സെയിന്റ് ജോൺ പറയുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അപ്പം മനുഷ്യ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ മാൻ ഫോർ അതേഴ്സ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. താന് കുരിശിൽ കിടന്ന് ഇത്രയും അനീതി അനുഭവിച്ചപ്പോൾ അതിനെതിരെ ഒന്നും തന്നെ പറഞ്ഞില്ല. പിലാത്തോസിനോട് ഒരു തരത്തിലുള്ളതായിട്ടുള്ള സ്വയം രക്ഷപ്പെടാനായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. അതേസമയം ആ ദേവാലയത്തില് കച്ചവടക്കാരെ കണ്ടിട്ട്, ആ ദേവാലയത്തിൽ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് ചാട്ടവാറെടുത്തിട്ട് അവരെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ ഇതിന്റെ ഇങ്ങനെ പിശാചിനെ തടവറയാക്കി മാറ്റി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ മറ്റുള്ളവരുടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമാണ് കർത്താവ് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ക്രിസ്തുവിന്റെ ഈ പ്രവൃത്തികളിൽ നിന്നാണ് പിന്നീടുള്ളതായ ഇബ്രാഹിം ലിങ്കൻ പോലെയുള്ള ഇബ്രാഹിം ലിങ്കൻ, മദർ തെരേസ, അല്ലെങ്കിൽ വലിയ വലിയ മഹാത്മാഗാന്ധി തുടങ്ങിയ എല്ലാവരും ഇതിൽ നിന്നുമാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയെന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് സ്വാർത്ഥപരമായി പറയുകയല്ല. അതിന് ഏറ്റവും മാതൃകയായി മുന്നിൽ ആദ്യം നിന്നത് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. മറ്റുള്ളവരുടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ നീതിക്ക് വേണ്ടി അനീതിക്ക് എതിരെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഇവിടെ നിഷ്പക്ഷമായി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഞാൻ നീതിക്കുമില്ല അനീതിക്കുമില്ല, ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ എന്നാൽ അങ്ങനെയല്ല, സമൂഹത്തിൽ നീതി നടമാടുമ്പോൾ ആ നീതിക്കെതിരെ പോരാടിയില്ലെങ്കിൽ അനീതിയുടെ പക്ഷത്ത് നിൽക്കുകയായിരിക്കും. നാം അറിഞ്ഞോ അറിയാതെ അനീതിയുടെ പക്ഷത്തായിരിക്കും. കാരണം അനീതി അവിടെ നടമാടുവാനായിട്ട് നിർബാധം സഹായിക്കുകയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ആ നീതിയുടെ പക്ഷത്ത് നിന്നിട്ട് അനീതിക്കെതിരെ പോരാടുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ചുമതല എന്ന വലിയൊരു സത്യമാണ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് മാൻ ഫോർ അതേഴ്സ്. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ഒറ്റവാക്കി പറഞ്ഞാൽ he was a man for others. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായ മനുഷ്യൻ. അതുപോലെ നമ്മൾ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളവരായിട്ട് മാറണം എന്ന് മാത്രം. ഈ വിയർപ്പിന്റെ സമയത്ത്, വിയർപ്പെന്ന് പറയുന്നത് അതായിരിക്കും. ആ വിയർപ്പിന്റെ സമയത്തെ വിയർപ്പിന്റെ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർ അനീതിക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന നല്ലവരായി മാറണമെന്ന് മാത്രം മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വിരാമം കുറിക്കുന്നു. നല്ലൊരു മെസ്സേജ് നമുക്ക് ലഹനാൻ സാറിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. എനിക്ക് പ്രത്യേകമായ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സബ് സാറിലേക്ക് മൈക്ക് തിരിച്ചു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ജോഷി സാർ ഉണ്ടോ? രമാദേവി മാം, ശുദ്ധോദനൻ. സർ കേൾക്കാമോ? കേൾക്കാം. ഈ 2-3 ദിവസം ലോകത്തിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും അതുപോലെ ക്രൈസ്തവ ഭവനങ്ങളിലും എല്ലാം തന്നെ വലിയ പ്രാർത്ഥനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യേശുനാഥന്റെ ജീവിത സന്ദേശങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലും വളരെ ഉചിതമായിട്ടൊരു ചർച്ച, അതുപോലെ തന്നെ സാർ വിദേശ യാത്രയ്ക്ക് തൊട്ടു മുന്നേ നടത്തുന്ന ആ പ്രഭാഷണം, അത് വളരെ സന്ദർഭോചിതമായി. കാരണം നമ്മളെല്ലാം ഓർമ്മിക്കാൻ വേണ്ടി, നമ്മളെല്ലാം പഠിച്ചതാണ്, വായിച്ചതാണ്, കേട്ടതാണ്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിൽ കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും വീണ്ടും വീണ്ടും അത് ഓർമ്മിക്കുന്ന ഒരു സന്ദർഭം, അത് വളരെ ഉചിതമായി. തീർച്ചയായിട്ടും ആ നല്ല പാഠം നമ്മുടെ അംഗങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇതിൽ കവിഞ്ഞൊന്നും പറയാനില്ല എനിക്ക്. കാരണം അത് ഇപ്പോ നാളത്തെ
ഈ നല്ല സന്ദേശങ്ങളും നല്ല ജീവിതവും ഒക്കെ നമ്മുടെ ലക്ഷ്യവും പ്രാർത്ഥനയും ഒക്കെയാണ്. പക്ഷെ നാളത്തെ ഒരു ദിവസം ഈ ജീവൻ നഷ്ടപ്പെടുന്ന പക്ഷിമൃഗാദികളെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു വേദനയുണ്ട്. അത് മനുഷ്യൻ ഇത്രയധികം ആക്രാന്തം പിടിച്ച് ആഹരിക്കേണ്ട ദിവസമാണോ നാളെ ഒരു സന്ദേഹിയാണ് ഞാൻ എന്നുള്ളത് പറയാൻ ഞാൻ വിസമ്മതിക്കുന്നില്ല. കാരണം ഈ വളരെ പവിത്രമായ ഉപവാസമൊക്കെ അനുഷ്ഠിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ ഉയർപ്പിന്റെ ആഹ്ലാദത്തിൽ ഒരുപാട് ജീവജാലങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് വേണം ആക്രാന്തം പിടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം എന്നൊക്കെ ഉള്ളത് കാണുമ്പോൾ ഒരു ദുഃഖമുണ്ട്. എങ്കിലും ഈ ഉലഹന്നാൻ സാർ തന്ന സന്ദേശം ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുകയാണ്. താങ്ക് യു. വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാർ പറഞ്ഞത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയത്തില്ല. ഒരു വീണ്ടെടുപ്പിൽ നിന്ന് ഒരു പാപത്തിലേക്കുള്ള യാത്രയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മോഹൻദാസ് സാർ കേൾക്കാമോ? ഞാൻ ഇടയ്ക്കാണ് വന്നതേ, ഇടയ്ക്ക് പുറത്തു പോയിരുന്നു. ഓക്കെ അത് കാരണം പ്രഭാഷം കേൾക്കില്ല, പിന്നെ ജോയിൻ ചെയ്തു, അത്രയുള്ളൂ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. ജോഷി സാർ കേൾക്കുന്നുണ്ടോ? തിരക്കിലായിരിക്കും. രമാവതി മാം കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം സാറേ. പറയുന്നു. സാബു സാർ, അതുപോലെ ഉലഹന്ന സാർ, ശരിക്കും ഒരു യാത്ര ഇന്നലെ ചോദിച്ചായിരുന്നല്ല സമയം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഹാപ്പി ജേണി പറയുന്നത് സാറേ. ആദ്യമായിട്ട് സാറ് 10 ദിവസത്തേക്ക് മാറി നിൽക്കല്ലേ. അപ്പൊ സാറ് പറഞ്ഞാല് ഇപ്പം അവസാനം പറഞ്ഞത് ഒരു പാപം ചെയ്തുകൊണ്ട് വേണം ഇത് സന്തോഷം, അത് പാപം ചെയ്തുകൊണ്ട് എന്നുള്ള രീതിയിൽ അതിപ്പം ഒരു 2 വരി പാട്ടുണ്ടല്ലോ, ദൈവത്തിൻ പുത്രൻ ജനിച്ചു ഒരു പാവന നക്ഷത്രം വാനിൽ. അതിപ്പം വാനിൽ ഉദിച്ചിട്ടാകുമ്പോ സന്തോഷത്തോട് കൂടിയിട്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിന് വലിയ പാപം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, സന്തോഷം പങ്കിടുന്നതാണ്. അപ്പം പിന്നെ സാറ് പറഞ്ഞ പോലെ ശുശ്രൂഷിക്കാനാണ് ജീവിച്ചത്. അതായത് ശുശ്രൂഷ നമ്മൾക്ക് എപ്പോഴും ശുശ്രൂഷ കിട്ടണം എന്നുള്ള രീതിയിലല്ല, നമ്മൾക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് കുറച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ സാന്ത്വന പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുള്ളത് അതൊരു ശുശ്രൂഷയാണ്. കാരണം എത്രയോ ആൾക്കാർ ഭക്ഷണം ഇല്ലാതെയും വസ്ത്രങ്ങളില്ലാതെയും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം പിന്നെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ സ്വന്തം കുരിശ് ചുമക്കാൻ പറ്റാത്തവര് എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുരിശ് ചുമക്കുക എന്നുള്ളത്, അതും ഒരു കാര്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ആദ്യം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തം കുരിശ്, സ്വന്തം കാര്യങ്ങൾ. ഇപ്പം അതിൽ പറയുമ്പോ നമ്മള് ദേഹത്ത്, അതായത് പിന്നെ ശരീരത്തിലുള്ള അശുദ്ധിക്ക് നമ്മൾ കുളി കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഹൃദയത്തിന്റെ അശുദ്ധിക്ക് എന്താ ചെയ്യുന്നുള്ള രീതിയിൽ, ഹൃദയത്തിന് അതായത് മനസ്സിന് അശുദ്ധി ഉണ്ടെങ്കിൽ അത് കുളിച്ചാലൊന്നും പോകുന്ന കാര്യമല്ല. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മള് അത് ക്രമേണ ഒറ്റയടിക്ക് മാറാൻ പറ്റാത്തവർക്ക് കുറച്ച് കുറച്ചായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോ അതുപോലെ തന്നെ കുടുംബം, സമൂഹം, മൂല്യങ്ങൾക്ക് ഇവിടെ സ്ഥാനം കുറഞ്ഞിരിക്കുകയാണ്. മനസാക്ഷികൾ മരവിച്ച രീതിയിലാണ് ചിലവര് ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. വീടുകളിലാണെങ്കിലും അന്യോന്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് അത് തമ്മിൽ സംസാരിച്ചിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താതെ അത് അവിടെ തന്നെ കുറെ നാള് നീണ്ടു നിൽക്കുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞ 5 അപ്പം 5000 പേർക്ക് കഴിക്കാന്നുള്ള രീതിയിൽ. കാരണം അല്ലാതെ പിന്നെ 5000 അപ്പം 5 പേർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കാര്യങ്ങൾ നമ്മളെല്ലാരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യമാണല്ലോ ഉള്ളത്. പിന്നെ സോക്രട്ടീസ് തന്നെയല്ലേ സാറേ. കാരണം വിഷം കൊടുത്ത് കൊല്ലുന്ന സമയത്തും ഞാൻ 2 കോഴീനെ കൊടുക്കാനുണ്ട് അല്ലെ, സോക്രട്ടീസാന്ന് തോന്നുന്നു, എന്റെ ഓർമ്മയിൽ. ഞാൻ ഹിസ്റ്ററിയാണ്. പിന്നെ അതുപോലെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണല്ലോ. കാരണം ആദ്യം കുറെ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോ 2 കൈയും പുറത്തിട്ടിട്ട് ഞാൻ പിന്നെ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, എന്റെ കൈ 2ഉം പിന്നെ ഇതിന്റെ ചെവപ്പെട്ടിന്റെ പുറത്തിട്ടിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അയൽക്കാരെ കൂടി അല്ല, പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത്. അപ്പം അവരെ ആ സ്ത്രീനെ എറിയാൻ ഇതാക്കിയ കല്ല് താഴെ വീഴാൻ കാരണം അവരുടെ മനസ്സുകൊണ്ട് അത് അവരുടെ കുറ്റക്കാരാണെന്ന് മനസ്സിലായിട്ടാകുമ്പോ തനിയെ ഇങ്ങനെ കല്ല് താഴോട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് വീഴുകയാണ്.
അതുപോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള എപ്പോഴും അതിപ്പോഴും നമ്മൾ കേൾക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നാം നമ്മളെ പോലെ തന്നെ അയൽക്കാരനെയും കൂടി സ്നേഹിക്കുക, അവരെ സഹായിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. നല്ല ഒരുപാട് കാര്യങ്ങൾ സാറ് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. നമ്മളെപ്പോഴും കേൾക്കുന്ന, പക്ഷെ ഒരിക്കലും നമുക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് മാത്രം അല്ലേ? അല്ല, പാലിക്കണം സാറേ. കാരണം എന്ന് പറഞ്ഞാല് നമ്മള് അയൽവാക്കത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു അധികം ഒച്ച കേട്ടാൽ ഒരു ഓടി പോയിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കണം. അതുപോലെ ചിലപ്പം ഒരു കള്ളം അതിനൊരു ബ്രോഡർ മീനിങ് കൊടുക്കാം. അയൽവക്കം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന ആരാണ്, അവരെ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിൽ കെയർ ചെയ്യുക, ഒരു സർവീസ് കൊടുക്കേണ്ടത് കൊടുക്കുക. ചിലപ്പോൾ വാക്കാകാം, നോട്ടമാകാം, പണമാകാം, സ്പന്ദനമാകാം, എന്തുമാകാം. അത് നമ്മളെ അതിനെ നമ്മൾ സ്വയം ഒരു തീരുമാനമെടുക്കാം. സാറേ അത് പറയുമ്പോഴാണ് പണ്ട് ഇങ്ങനെ വീടുകളിലെ അയൽവക്കത്തുള്ള ബന്ധങ്ങൾ നല്ല ദൃഢമായിട്ടുള്ള ബന്ധങ്ങളായിരുന്നു. കാരണം ഒരു വീട്ടില് തീ, ഇപ്പൊ ഗ്യാസ് ഇല്ലല്ലോ, പണ്ട് ഒരു വീട്ടില് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ചകരിയിൽ ഇങ്ങനെ തീ കൊണ്ടുപോവാണ്, ഒരു തീപ്പെട്ടി കത്തിക്കുന്നതിന് പകരം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു മാം. അനിൽകുമാർ സാർ, അനുവിത റെഡിയാണ്? അനുവിത പറയുന്നു. ഉലഹന്നാൻ സാർ ഇന്ന് നല്ലൊരു സെഷനായിരുന്നു നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടെടുപ്പിനായി ഏറ്റുപറച്ചിൽ. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങള്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനായിട്ടല്ല. നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മളെ മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യണം, നമ്മളെ മറ്റുള്ളവര് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോ അതിനു വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ കാല് മാത്രമാണ് അഴുക്കായിപ്പെടുന്നത്, പക്ഷെ തന്നെ ഒറ്റിക്കൊടുത്തവന്റെ ശരീരം മുഴുവൻ അഴുക്കാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അപ്പൊ എല്ലാവരുടെയും കയ്യിലുള്ള കല്ലുകൾ താഴേക്ക് വീഴുകയാണ്. അപ്പൊ നമ്മൾ ആരും മുഴുവനായിട്ട് പാപം ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളുടെ അമിതമായ ആസക്തി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട അതിന്റെ ആവശ്യകത. ഒരുപാട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആസക്തിക്ക് അധീനപ്പെട്ടു പോവാതിരിക്കേണ്ട സാഹചര്യം, മീൻസ് അതിന്റെ ആവശ്യകത. പിന്നെ അതേപോലെ കുരിശിലേറ്റപ്പെടുമ്പോൾ പറയുന്നത് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല, അത് അവരോട് ക്ഷമിക്കണമേ. തന്നെ ഇത്രയും കൂടുതൽ ദ്രോഹിക്കുന്ന ആ വ്യക്തികളോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. അത് അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. നമുക്ക് നമ്മളെ ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്താൽ തന്നെ നമുക്ക് അവരോട് റിവെഞ്ച് ഉള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ തന്നെ ഇത്രയും ദ്രോഹിച്ചവരോട് പോലും പിതാവിനോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. അതേപോലെ അയൽക്കാരനെ സ്നേഹിക്കേണ്ട കാര്യം പറഞ്ഞു. അതേപോലെ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന തെറ്റുകൾ ഏറ്റുപറച്ചിലൂടെ നമുക്ക് ഉയർപ്പിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചു. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഉലഹന്നാൻ സർ. അനിൽകുമാർ സാർ. സാറേ ഉലഹന്നാൻ സാറിന്റെ ക്ലാസ് തുടങ്ങി അല്പം വൈകിയാണ്, 10-20 മിനിറ്റ് താമസിച്ച വന്നു. എങ്കിലും സാറിന്റെ ക്ലാസ് നമ്മളെ എല്ലാം ഒരു നല്ല ചിന്തയിലേക്ക് നയിച്ചു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ പലതും മറന്നിരുന്ന കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മളിലുള്ള പാപക്കറകൾ മാറ്റണമേ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇവിടെ ഊന്നി പറയുകയുണ്ടായി. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മൂല്യനഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ശാന്തിക്കും സമാധാനത്തിനും, അതായത് സന്തോഷം, സമാധാനം, പ്രത്യാശ ഉണ്ടാകാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പം നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്കൊരു മിഷനുണ്ട് ഓരോരുത്തരും. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ തുച്ഛമായ സമയമാണ്. കോടാനുകൂടി വർഷങ്ങളായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യും, നമ്മുടെ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ പരസ്പരം സ്നേഹിക്കുക. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. നമ്മൾ ശാന്തി സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി നിർദ്ദേശങ്ങൾ ലോകസമാധാനത്തിനും കുടുംബ സന്തോഷത്തിനും വേണ്ടി അത് പറയുകയുണ്ടായി. മറ്റുള്ളവർ കൂടിയായിരുന്നു. അതായത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ എത്രമാത്രം വലുതാണ്. ഈ സംഗതികളൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിന്റെ പോക്ക് കണ്ടാൽ നമ്മൾ
വിഷമിച്ചു പോകും. ശാന്തിയില്ലാതെ യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു. ഇതൊക്കെ എന്ത് അർത്ഥത്തിലാണ് മനുഷ്യൻ ചെയ്യുന്നത്? മനുഷ്യന്റെ അജ്ഞതയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലേക്ക് നമ്മൾ ജനിച്ചു വീണപ്പോൾ അവരുടെ എല്ലാം ജീവിതം അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പേ കൊച്ചു കുട്ടികൾ ജനിച്ചു വീഴുന്ന 1 വയസ്സും 2 വയസ്സും ജനിച്ചു വീണ ഉടനെയും ഒക്കെ ഈ ലോകത്തുനിന്ന് എടുക്കപ്പെടുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖം തരുന്നൊരു വസ്തുതയാണ്. അപ്പം ഈ സംഗതികളൊക്കെ ലോകത്ത് നടക്കും. അനീതിയും അക്രമവും നീതിയില്ലായ്മയും ജീവിത മൂല്യങ്ങളൊക്കെ നശിക്കുക, അതുപോലെ അന്ധവിശ്വാസങ്ങളും ഒക്കെ മാറ്റാൻ ഈ പറയുന്ന വചനങ്ങൾ വളരെ നമുക്ക് വെളിച്ചം തരുന്നതാണ്. ഒക്കെ മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇതെല്ലാം മുറുകെ പിടിച്ചാൽ ലോകത്ത് ശാന്തിയും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും ഉണ്ടാകും. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു, ഹാപ്പിനെസ്, ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനാണ്. ഈ ലോകത്തെ അതിലേക്ക് നയിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാനിപ്പോൾ ഒന്ന് കേട്ട് നമ്മുടെ യോഹന്നാൻ സാറ് പറഞ്ഞു കൂടാണ്ട് നമ്മുടെ രാജപിരിവ് സാറും അല്പം കൂടെ ആഡ് ചെയ്ത് മറ്റുള്ളവർ പറഞ്ഞ ഒന്നും കേട്ടില്ല. അതിൽ തൊട്ട് മുമ്പ് പറഞ്ഞ ആളും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പം നമ്മുടെ എല്ലാവരുടെയും കാര്യം നമ്മുടെ മാനവികത എന്നുള്ള ചിന്ത നമ്മളെല്ലാം ഉണ്ടാകണം. ഒരു അനുകമ്പ നമ്മളിൽ ഉണ്ടാകണം. ഇതാണ് ഉദ്ദേശിക്കുന്ന അർത്ഥം. ഇതിനകത്തൊക്കെ വരുന്ന അനുകമ്പ, നമുക്കൊരു അലിവ്. ഒരാളിങ്ങനെ രക്തം വാർന്ന് കിടക്കുന്നു, നമ്മളവിടെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. പണത്തിനോടുള്ള ആസക്തി വളരെ കൂടുതലാണ്. ഈ പണമൊക്കെ നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തി എത്രയോ രാജ്യങ്ങളെ കീഴടക്കി തൻ്റെ അധീനതയിൽ കൊണ്ടുവന്ന ഒരു മഹാചക്രവർത്തിയാണ്. അധികം പ്രായമാകാതെ തന്നെ ചെറുപ്പത്തിലേ തന്നെ നല്ല യൗവനകാലത്ത് തന്നെ അദ്ദേഹം മരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്, അതായത് ലോകത്തോട് പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലേക്ക് ഒന്നുമില്ലാതെ വന്നു, ഞാൻ ഒന്നുമില്ലാതെ പോകുന്നു. അതുകൊണ്ട് എൻ്റെ ശവം ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കൈകളൊക്കെ 2 വശത്തേക്കും നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ലോകത്ത് നിന്ന് പോകുന്ന ഒന്നുമില്ലാതെ കണ്ടാണ്. ഈ ഒരു തത്വം അദ്ദേഹം തന്നെ മനസ്സിലാക്കി. അവസാന നിമിഷം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ജീവിത മൂല്യങ്ങളും ഈ വെട്ടിപ്പിടുത്തത്തിൻ്റെയും ഈ രോഗങ്ങൾ യുദ്ധം ചെയ്ത് കീഴടക്കുകയും ഒക്കെ ചെയ്തിട്ട് പുള്ളി നേടിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ലോകത്ത് ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാകണം. ഈ കർത്താവായ യേശുക്രിസ്തു ഈ വാക്കുകൾ നമുക്ക് പ്രയോജനപ്പെടും. നമ്മൾ പരസ്പരം സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, നമുക്ക് ജീവിതത്തിൽ സന്തോഷം വരാനായിട്ട് നമ്മുടെ ദൈവത്തിൽ പ്രതീക്ഷ വെക്കുക. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നമ്മൾ ആലോചിച്ച് വെച്ചാൽ എന്താ, നമുക്ക് ആരെന്നെ സഹായിക്കാനാണ്? നമുക്ക് ആകപ്പാടെ നമുക്ക് മുറുകെ പിടിക്കാതെ നമ്മുടെ ദൈവവിശ്വാസം, നമ്മുടെ മത അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ദൈവം എന്നുള്ള അദ്ദേഹത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്കൊരു സമാധാനമുണ്ട്. മരണശേഷവും നമുക്കൊരു ജീവിതമുണ്ട്. നമ്മളെ വിട്ടുപോയ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടതായ ആൾക്കാർ പലരും ഉണ്ട്. മാതാപിതാക്കള്, ബ്രദേഴ്സ്, അങ്ങനെ കൊച്ചു കുട്ടികൾ, ഇവരെയൊക്കെ നമുക്കൊരു കാണാം എന്നുള്ളൊരു പ്രതീക്ഷ അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. മരണത്തിൽ പോലും നമുക്കതിനെ, നമ്മുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. അതിലൊരു വാക്കുകളാണ്. അതായത് സങ്കീർത്തനത്തിലാണ് പറയുന്നത്, 48:1, 46:1 അങ്ങനെയാണ് തോന്നുന്നത്. കഷ്ടതകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ആ ഒരു വിശ്വാസമൊക്കെ നമുക്ക് മനസ്സിന് വളരെ സുഖം തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്. ഇതൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരും സ്നേഹിക്കണം. ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യരെല്ലാവരും, നമ്മുടെ ദൈവത്തിന്റെ ആളാണ്. നമ്മൾ നമ്മുടെ സഹോദരനെ നാശം ചെയ്യുമോ എന്നുള്ള വലിയ വലിയ മഹത് വചനങ്ങൾ ഈ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും നമ്മളിൽ നല്ല സഹാനുഭൂതികൾ ഉണ്ടാവുകയും എല്ലാ നന്മകളും എല്ലാവർക്കും വേണ്ടി ചെയ്യുക. ശാന്തി സമാധാനം സംതൃപ്തി നമ്മളിൽ ഉണ്ടാകട്ടെ. ഈ ഒരു പ്രത്യാശ ഉണ്ടാകണമെന്നാണ് ഞാൻ എന്നെ വേണ്ടപ്പെട്ടോട് പറയാറുള്ളത്. നമുക്കെല്ലാവരും ജീവിതത്തിൽ ഒരു മിഷൻ ഉണ്ട്. ആ മിഷൻ എന്താണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്നിട്ട് നമുക്ക് ഹോപ്പ്, ഈ ഒരു പ്രത്യാശ ഇവിടെ നമുക്ക് ജീവിച്ചാൽ ശാന്തി സമാധാനം ഉണ്ടാകും. ഇതിനെല്ലാവർക്കും ഈ ദിനത്തിൽ നമ്മളെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കട്ടെ. ഇന്നത്തെ ഈ കാര്യത്തിൽ ഇതിന് മുന്നാലായിട്ട് വന്ന നമ്മുടെ സാബു സാറിനും അതുപോലെ യോഹന്നാൻ സാറിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാം ദൈവം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയായിട്ട് നമുക്ക് മാറാൻ ശ്രമിക്കാം. ഉഷാകുമാരി മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? സാറേ, ഞാനൊരു വാക്ക് പറയാം. ഓക്കെ, പറഞ്ഞു സാറെ. കൺക്ലൂഡ് ചെയ്തു. വേറെ വല്ലവരും പറയുന്നുണ്ടോ?
ഉഷാകുമാരി മാം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സാറ് കൺക്ലൂഡ് ചെയ്തു. ഇല്ല, പറഞ്ഞോളൂ. ഓക്കെ, ആദ്യം തന്നെ എല്ലാവർക്കും ഈ ഉത്ഥാന തലേന്ന് ഈസ്റ്ററിന്റെ മംഗളങ്ങൾ. ഇന്ന് ഇപ്പോൾ ഈ സെഷനിൽ സംസാരിച്ച ഉലയനാൻ സാറിനും ഈ നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിന്റെ പ്ലാറ്റ്ഫോമിലെ മുഴുവൻ ആളുകൾക്കും, ഇന്ന് പങ്കെടുക്കുന്നവർക്ക് വിശേഷിച്ചും ഈസ്റ്റർ മംഗളങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് നേരുന്നു. ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൂടെ ഉലയനാൻ സാറ് ഈശോയുടെ മഹത്വപൂർണമായ നിരവധി കാര്യങ്ങളാണ് ഈ സദസ്സിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയത്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു 2000 വർഷം കൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ്. ലോകത്തിലെ മുഴുവൻ MBA പഠിതാക്കൾക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നവർക്കും വലിയൊരു ദർശനവും പാഠപുസ്തകവുമാണ് ക്രിസ്തു എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. കേവലം 12 പേരെ കൊണ്ട്, ആ 12 പേരെന്ന് പറയുന്നത് തന്നെ ആ കാലയളവിലുള്ളതില് തീർത്തും വലിയ പണ്ഡിതന്മാരൊന്നുമല്ല, വളരെ സാധാരണക്കാരായ സാധാരണ ജോലി ചെയ്യുന്ന 12 ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 2000 വർഷം പിന്നിടുമ്പോൾ ഏതാണ്ട് 250 കോടിയോളം ജനങ്ങളാൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. അതാണ് ഇത് ഏത് MBA-കാരന് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടുന്ന ഒരു സംഗതിയാണ്. ആ മിറക്കിളിന്റെ പിന്നിലെ ദർശനങ്ങളാണ് ഉലയനാൻ സാറ് ഇവിടെ വരച്ചു കാട്ടിയത്. ഞാൻ ഇന്ന് വാട്സപ്പിൽ കണ്ട ഒരു വാക്ക്, അത് ക്രിസ്തുവിന്റെ വചനമല്ല, മറ്റാരുടേതോ. തിന്മയുടെ സുഖം വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് മാത്രമാണ് നന്മയുടെ സുഖം അനുഭവിക്കാൻ സാധിക്കുക. വളരെ ചെറിയൊരു വാക്യമാണ്. അത് എന്നെ വല്ലാതെ, ഞാൻ കുറച്ചു നേരം ഇരുന്ന് പലവട്ടം ചിന്തിച്ച ഒരു സംഗതിയാണ്. അവിടെയാണ് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും, അല്ലെങ്കിൽ യേശുക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന പല ചിന്തകളും പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്ന ആളുകൾക്കുള്ള ഒരു അടിസ്ഥാന പാഠമാണ് ഈ പറയുന്ന വാചകം. അതായത് തിന്മയുടെ സുഖം വേണ്ടെന്ന് വെക്കുന്നവർക്ക് മാത്രമാണ് നന്മയുടെ സുഖം അനുഭവിക്കാൻ സാധിക്കുക. ഇവിടെ ഏറ്റുപറച്ചിൽ ഉലയനാൻ സാർ അവതരിപ്പിക്കുമ്പോൾ അതിന് തികച്ചും ഈ സഹഭാത്മകമായ മാനത്തിൽ മാത്രമല്ല, അതിന്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള തലത്തിൽ കൂടിയാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത്. എന്നാൽ കത്തോലിക്ക സഭ ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ കുമ്പസാരം എന്ന് പറയുന്നതിനെ കാണുന്നത് ഒരു കൂദാശയായിട്ടാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമാക്കുന്ന ഒരു കർമ്മം, അഥവാ ഹോളി സ്പിരിറ്റിനെ, ബലത്തിന്റെ ആത്മാവിനെ നൽകുന്ന ഒരു വിശുദ്ധ കർമ്മം. ആ രീതിയിലാണ് ഏറ്റുപറച്ചിൽ. അവിടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ മാത്രമല്ല കത്തോലിക്കർ കുമ്പസാരത്തെ പഠിപ്പിക്കുക, മറിച്ച് അതിലൂടെ ദൈവത്തെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റു പറയുമ്പോൾ മാനസികമായ സുഖം ലഭിക്കുന്നു എന്നുള്ളത് വളരെ ശരിയാണെങ്കിലും അതിനപ്പുറത്തേക്ക് ദൈവത്തെ പ്രാപിക്കാൻ, ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാൻ ലഭിക്കുന്നു, അനുഗ്രഹം ലഭിക്കുന്നു. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ വാട്സപ്പ് വാക്യവും വളരെ നമുക്ക് അർത്ഥപൂർണമായി തീരുന്നത്. തിന്മയുടെ സുഖം വേണ്ടെന്ന് വെക്കുന്നവർക്ക് മാത്രമേ നന്മയുടെ സുഖം അനുഭവിക്കാൻ സാധിക്കൂ. കുരിശിലെല്ലാം മരിച്ചു അല്ലെങ്കിൽ മരണത്തോടെ എല്ലാം തീർന്നു എന്ന് പഠിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ചിന്താധാരകളുണ്ട്. എല്ലാം തീർന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല എന്നുള്ളതിന്റെ
അർത്ഥം കൂടിയാണ് ക്രിസ്തു. അതാണ് ഉത്ഥാനം. ഈ കല്ലറക്കുള്ളിൽ ഇത് സീല് ചെയ്തു വെച്ചാൽ സീലാകില്ല, അത് ഉയർക്കും. ഈ പ്രതീക്ഷയിലാണ് ഇനി ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാനുള്ള പ്രചോദനം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് തീർന്നു പോകില്ല. നന്മ ചെയ്താൽ തീർച്ചയായിട്ടും വലിയ ഒരു കൃപയുടെ അനുഗ്രഹമുണ്ട്. അവിടെയാണ് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഈ ധാരാളം പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. സുവിശേഷത്തിന് വേണ്ടി നന്മ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ഒക്കെ തന്നെ പീഡനം അനുഭവിക്കുന്ന ആളുകൾ. ഈ പീഡനത്തിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം, നന്മയുടെ നല്ല ദിവസം നമുക്കെല്ലാം വരും. ഇന്ന് രോഗമുണ്ട്, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, പല വിധത്തിലുള്ള ക്ലേശങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, വൈരൂപ്യമുണ്ട്. പക്ഷേ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാണിത്. ഏറ്റുപറച്ചിലിന് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മാനം തീർച്ചയായിട്ടുമുണ്ട്. അതിനപ്പുറത്ത് ഒരു വലിയ ദൈവിക മാനവുമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വീണ്ടും ഈസ്റ്റർ മംഗളങ്ങൾ. നന്മയുടെ നല്ല ദിവസം. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും പ്രത്യാശയോടെ നന്മയുടെ കാവൽക്കാരായി നമുക്ക് മാറാം. എനിക്ക് തോന്നുന്നു രഹനാൻ സാർ നമ്മൾ പറയാനുണ്ട്. സാർ പറയും. വളരെ അപ്രതീക്ഷിതമായിട്ട് സാബു സാർ ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ കുറച്ച് കുറിപ്പുകളും എൻ്റെ ഓർമ്മയിലുള്ള കുറെ വാചകങ്ങളും ഒക്കെ ചേർത്തു. എന്നിട്ട് ബൈബിളൊന്ന് മറിച്ച് നോക്കി എഴുതിയ വാചകങ്ങൾ ശരിയല്ലേ എന്നുള്ളത്. പിന്നീട് അതിനെ ഒന്ന് വിപുലീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ സാബു സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാർ പറഞ്ഞു മതി, ഓക്കെ. എന്തായാലും അത് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. മറ്റൊരു കാര്യം, സാബു സാറിന്റെ അനുവാദത്തോടു കൂടി ഞാൻ പറയുന്നത്, 1-ാം തീയതി ഞാൻ കൊച്ചിയിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ഞാനും വൈഫും ഒരു യാത്രയിലാണ്, ഒരു ടൂറിലാണ്. അത് ഈശ്വര നിശ്ചയമായി ഞങ്ങൾക്ക് കിട്ടിയതാണ്. കഴിഞ്ഞ 3 വർഷം അതിന് മുമ്പുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും ഫോറിൻ ടൂർ നടത്തിയിരുന്നു. ഇപ്പോ കൊറോണ ആ ദുരന്തം ഞങ്ങളെ തടഞ്ഞു നിർത്തിയതാണ്. എന്തായാലും അത് 1-ാം തീയതി പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന കൂടെ സാബു സാറിന്റെ അനുവാദത്തോടുകൂടി പറയുകയാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവർക്കും ഒക്കെ നന്ദി. പള്ളിയിലേക്ക് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പൊ. ഓക്കെ സാർ, താങ്ക് യു. കൺഗ്രാറ്റ്സ് ടു യു. എല്ലാവരും പ്രാർത്ഥിക്കാം സാറേ, യാത്ര നന്നാവട്ടെ. യാത്രാമംഗളങ്ങൾ. മാറ്റേണ്ടി വന്നാൽ മതി.